പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് ചിക്കൻ്റെ എല്ലാ പീസിലും ഇതാകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് ഇതിലേക്ക് ചേർത്തത്. 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കഴുകി വെള്ളം വാർത്ത് വെച്ച ജീരകശാല അരി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. 4 കപ്പ് അരിക്ക് 8 കപ്പ് ചൂടുവെള്ളം എന്ന കണക്കിലാണ് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തത്. ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് വെന്ത് കിട്ടും. ഇനി മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് 2 ഏലക്ക, 2 ചെറിയ പീസ് പട്ട, 3-4 ഗ്രാമ്പു ഇതെല്ലാം ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വന്നാൽ 2 സവാള കട്ട് ചെയ്തത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴഞ്ഞിട്ട് കളറ് മാറി വരുമ്പോൾ 2 വലിയ പീസ് ഇഞ്ചിയും 10-15 പച്ചമുളകും ഒരു 10-20 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആയാൽ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയിട്ട് മസാല പുരട്ടി വെച്ച ചിക്കൻ കൂടി ചേർത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പിൽ കുറവായിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് ദം ചെയ്യുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. 2 സവാള ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ദം ചെയ്തെടുക്കാം. മസാല മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് പകുതി ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ മുകളിൽ മാറ്റി വെച്ച ഗ്രേവി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള, കാഷ്യൂ, റൈസിൻസ് ഇതെല്ലാം കുറച്ച് ചേർത്തിട്ട് മുകളിലായിട്ട് ബാക്കി ചോറ് കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്ത സവാള, റൈസിൻസ്, ഗീ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് സെർവ് ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്